ഹലോ, നമസ്കാരം. ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ സമരം ചെയ്യാറുണ്ട്. അതിൽ അവർ വിജയിക്കാറുണ്ട്. എന്നാൽ ശമ്പള വർധനവോ ആനുകൂല്യങ്ങളുടെ വർധനവോ പോയിട്ട് ശമ്പളമേ ഇല്ലാത്ത, ആനുകൂല്യങ്ങളേ ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരും ഇവിടെയുണ്ട്. ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളമോ ശമ്പള വർധനവോ ഇല്ല എന്ന് മാത്രമല്ല, സാധാരണ ഉദ്യോഗസ്ഥന്മാർ അനുഭവിക്കുന്ന യാതൊരു ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭ്യമല്ല. സാധാരണ ഉദ്യോഗസ്ഥന്മാർക്ക് 8 മണിക്കൂറാണ് ഡ്യൂട്ടി ടൈമെങ്കിൽ ഇവർക്ക് അത് 24 മണിക്കൂറാണ്. ഇവർ 24 മണിക്കൂറും ഡ്യൂട്ടിയിലാണ്. സാധാരണ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷനുണ്ട്, ഇവർക്ക് പ്രൊമോഷനില്ല. സാധാരണ ഉദ്യോഗസ്ഥന്മാർക്ക് റിട്ടയർമെൻ്റ് ഉണ്ട്, ഇവർക്ക് റിട്ടയർമെൻ്റ് ഇല്ല. സാധാരണ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷനുണ്ട്, ഇവർക്ക് പെൻഷനില്ല. അപ്പോൾ ഇവർ മരണം വരെ ജോലി ചെയ്യണം. അപ്പോൾ ആരാണ് ഈ ഹതഭാഗ്യര് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഓരോ പുരുഷനും സ്ത്രീയും ഈ ഹതഭാഗ്യരുടെ ഗണത്തിൽപ്പെട്ടവരാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ഭാര്യയ്ക്കോ ഭർത്താവിനോ ആരെങ്കിലും ശമ്പളം കൊടുക്കുന്നുണ്ടോ? അവരുടെ ജോലി സമയത്തിന് ഒരു ക്ലിപ്തതയുണ്ടോ? അവർ 24 മണിക്കൂറും ഡ്യൂട്ടിയിലല്ലേ? അവർക്ക് എന്തെങ്കിലും ലീവ് എടുക്കാൻ സാധിക്കുമോ? അവർക്ക് ഒരു റിട്ടയർമെൻ്റ് ഉണ്ടോ? അവർക്ക് പെൻഷൻ ഉണ്ടോ? വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു ജോലിയല്ല എന്നെല്ലാം പറയാമെങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടി യഥാർത്ഥത്തിൽ ഓരോ ദിവസവും ഒരു ഭാര്യയും ഭർത്താവും എന്തുമാത്രം ജോലികളാണ് ചെയ്തു കൂട്ടുന്നത്, എന്തുമാത്രം ഉത്തരവാദിത്തങ്ങളാണ് അവർക്ക് ഓരോ ദിവസവും വഹിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ആനുകൂല്യങ്ങളില്ലാത്ത ഈ ഉദ്യോഗസ്ഥന്മാരെയും നമ്മുടെ സമൂഹം പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.